പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാ എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാ എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഏപ്രിൽ മാസം 10-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. അദൃശ്യ മണ്ഡലത്തിൽ നിന്നൊരു വലിയ സഹായം നിങ്ങൾക്കിപ്പോൾ ലഭിക്കുവാൻ പോകുകയാണ്. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നാളുകളായി ജീവിതത്തിനകത്ത് തടയപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു ഫ്രീസായി പോയതുപോലെ മാസങ്ങൾ, ദിവസങ്ങൾ, ആഴ്ചകൾ നഷ്ടമായി പോയ അനേകർ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഈ മിനിറ്റ് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. അദൃശ്യ മണ്ഡലത്തിൽ നിന്നൊരു വലിയ സഹായം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ആ തലത്തിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു വലിയ വചന സന്ദേശമല്ല, നിങ്ങളുടെ വിടുതലാണ് നിങ്ങൾ കാണാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നിൽക്കുമെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ജീവിതത്തിനകത്ത് അർത്ഥശൂന്യമായ, ജീവിതത്തിനകത്ത് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഓരോരുത്തരും ഇപ്പോൾ നിങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ ഉയർത്തുക. കാരണം നിങ്ങളുടെ വോയിസ് നിങ്ങൾ ആക്ടിവേറ്റ് ആക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് തുറക്കുമെന്നുള്ളത് ആഴമാണ്. ആ നിലയിൽ ഇന്നത്തെ പ്രാരംഭവാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. ഈ പ്രഭാതം ഒരത്ഭുതത്തിൻ്റെ പ്രഭാതമാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നാളുകളായി നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചത് ഇപ്പോൾ നിങ്ങളുടെ ശബ്ദത്തിലൂടെ, നിങ്ങളുടെ വോയിസ് ആക്ടിവേഷനിലൂടെ സംഭവിക്കാൻ പോവുകയാണ്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് പകർന്നിരിക്കുന്ന അധികാരത്തെ, അല്ലെ അവകാശത്തെ നാം തിരിച്ചറിയണം. നമ്മുടെ വോയിസ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ജീവിതത്തിനകത്ത് ചില വഴികൾ തുറക്കുന്നത് കാണാൻ കഴിയും. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, നിങ്ങളുടെ വോയിസിനെ നിങ്ങൾ ആക്ടിവേറ്റ് ആക്കുമെങ്കിൽ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, പൗലോസിനെയും ശീലാസിനെ അവർ അടിയേറ്റ് മുറിവേറ്റവരാണ്. അവരെ കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടപ്പെട്ട അനുഭവത്തിലാണ്. പക്ഷെ അർദ്ധരാത്രിയിൽ അവർ പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചെന്നാണ് കാണുന്നത്. ആ പ്രാർത്ഥനയിൽ, അവരുടെ ശബ്ദത്തിനകത്ത്, ആ സ്തുതിയിൽ അവരുടെ ചങ്ങലകൾ അഴിഞ്ഞതായിട്ടും അവരുടെ കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ കുലുങ്ങി അവരെ വാതിലുകൾ തുറന്നതായി കാണുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങൾക്കും അപ്പുറത്തായി നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ നിങ്ങളുടെ വോയിസിനെ ആക്ടിവേറ്റ് ആക്കുമെങ്കിൽ, ഞാൻ ആത്മാവിൽ ഒന്നുകൂടെ വിളിച്ചു പറയും, നാം ഈ ലോകത്തിൽ നോക്കിയാൽ ലോകം വലിയ നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐഫോണുകളോ ആൻഡ്രോയിഡ് ഫോണുകളോ ഒക്കെ ഉപയോഗിക്കുന്ന, സാംസങ്ങിന്റെ ഉയർന്ന ഫോണുകൾ ഉപയോഗിക്കുന്നവരുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അവരെ വോയിസ് കൊണ്ട് ആ ഫോൺ ആക്റ്റീവ് ആകുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ സ്പർശിക്കേണ്ട ആവശ്യമില്ല, കീപാഡുകൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. വോയിസ് കൊണ്ട് അവർ ഫോണുകൾ ഓപ്പൺ ആക്കുകയും ഫോണുകൾ ആക്റ്റീവ് ആക്കുകയും അവർ വിളിക്കുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. ചിലവരുടെ വോയിസ് കൊണ്ട് വേറെ ഭാഷകൾ അവർ ആശയവിനിമയം നടത്തുന്നതും, അല്ലെങ്കിൽ ആ ഭാഷകളിലേക്ക് അവർ
വോയിസ് കൊണ്ട് ടൈപ്പ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് നിങ്ങളുടെ വോയിസ് കൃത്യമാണെങ്കിൽ അതിനകത്ത് ചില സൃഷ്ടിപ്പുകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതേ നിലയിൽ തന്നെ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയണം, നിങ്ങളുടെ വോയിസ് വ്യക്തമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില സൃഷ്ടിപ്പുകൾ സംഭവിക്കാൻ പോകുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സംഖ്യാപുസ്തകം 21 അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അതുതന്നെ. 17 വാക്യം. ആ സമയത്ത് ഇസ്രായേൽ കിണറെ പൊങ്ങിവ അതിന് പാടുവിൻ. ഇതാ ഇസ്രായേൽ മക്കളെ ഒന്നിച്ചു കൂട്ടിയിട്ട് മോശയോട് പറയാണ്, അവർ ശബ്ദമുയർത്തി പാട്ടുപാടിയാൽ, അവർ ആർപ്പിട്ടാൽ കാണാത്ത മണ്ഡലത്തിൽ നിന്ന് കിണർ പൊങ്ങി വരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ശബ്ദം ഉയർത്തുമെങ്കിൽ ചിലത് പൊങ്ങി വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് തടയപ്പെട്ട് കിടക്കുന്ന ചിലത് പൊങ്ങി വരാൻ പോകുന്നു. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയാം, നമ്മുടെ ജീവിതത്തിൽ നാം തെറ്റായ വഴികളെടുത്ത് ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറിയപ്പോൾ പല വഴികളും അടഞ്ഞ് നിങ്ങളുടെ ജീവിതങ്ങൾ, വർഷങ്ങൾ, മാസങ്ങൾ നിങ്ങൾ ഫ്രീസായി പോയതുപോലെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് വിരോധമായി നിന്നവർ നിങ്ങൾക്ക് നേരെ ദുർകർമ്മങ്ങളോ അഭിചാരങ്ങളോ ഒക്കെ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലെ നന്മകളെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഫ്രീസായ അനുഭവത്തിനകത്ത്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം നടക്കാതെ, പഠിത്തം നിന്നുപോയതുപോലെ, തലമുറകളില്ലാതെ, അതേപോലെ തന്നെ ബിസിനസ് ഒന്നും മുമ്പോട്ട് പോകാതെ, ജോലി നഷ്ടപ്പെട്ട അനുഭവത്തിൽ ആരെങ്കിലും ഈ പ്രഭാതത്തിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ ആവശ്യപ്പെടുകയാണ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ശബ്ദത്തിൽ പ്രതികരിക്കണം. എൻ്റെ കൂടെ ഈ മിനിറ്റിൽ നിങ്ങൾ പ്രതികരിക്കുന്നവരാണെങ്കിൽ ഈ പ്രഭാതത്തിൽ അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് ഒരു വലിയ സഹായം, ഒരു വലിയ അത്ഭുതം നിങ്ങളുടെ മേലേക്ക് റിലീസാകാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് സ്വീകരിക്കാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിനകത്ത് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു അനുഭവത്തിലാണോ നിൽക്കുന്നത്? ഇന്ന് ലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ തിരക്കിലും, അതേപോലെ തന്നെ അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങളുടെ യാത്രയുടെ മധ്യത്തിലായിരിക്കാം നിങ്ങൾ ഇത് കേൾക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തോടെ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഞാൻ ആത്മാവിൽ പറയുന്നത് ശ്രദ്ധിക്കണം. ഈ ഒരു മിനിറ്റിന്റെ ആഴമെന്ന് പറയുന്നത് ആദ്യത്തെ 20 സെക്കൻഡുകൾ നിങ്ങളെ തന്നെ ഏകാഗ്രപ്പെടുത്തുവാൻ തയ്യാറാകണം. എന്ന് പറഞ്ഞാൽ ഇന്നലകളുടെ തോൽവികളിലോ ഇന്നലകളുടെ നഷ്ടങ്ങളല്ല നിൽക്കേണ്ടത്. നിങ്ങൾ ഒരു മനസ്സൊരുക്കത്തോടെ, നമ്മൾ ഇന്നലകളുടെ തകർച്ചയിലാണെങ്കിൽ നമ്മൾ ഇന്നലകളിൽ ജീവിക്കുന്നവരാണ്. യേശയ്യാവ് വിളിച്ചു പറയുകയാണ് 43 അധ്യായം 18 വാക്യം, മുമ്പുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതും ചെയ്യുന്നു. നമ്മുടെ ദൈവത്തിന് നമുക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ പറ്റും. ഒറ്റ രാത്രി കൊണ്ട് അഗരോന്റെ വടി പൂത്ത് തളർത്ത് ഫലം കായ്പിക്കുന്ന നിലയിൽ ദൈവത്തിന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യാൻ ഇന്നത്തെ ദിവസം ദൈവത്തിന് കഴിയും. അത് വിശ്വസിക്കണം. ആ നിലയിൽ ഏകാഗ്ര ഹൃദയത്തോടുകൂടെ ദൈവത്തോട് നാം ആയിരിക്കണം. ആദ്യത്തെ 20 സെക്കൻഡുകൾ ഏകാഗ്ര ഹൃദയമാണെങ്കിൽ അടുത്ത 20 സെക്കൻഡുകൾ നമ്മുടെ സഹായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കാരണം നമ്മുടെ ദൈവം സഹായിക്കുന്ന ദൈവമാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 121 സങ്കീർത്തനം വ്യക്തമായി വിളിച്ചു പറയുന്നത്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ യേശയ്യാവ് 41 അധ്യായം 10 വാക്യം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കണം, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അപ്പോൾ ദൈവത്തോട് സഹായത്തിന് വേണ്ടിയുള്ള സമയമാണ്. ആദ്യത്തെ 20 സെക്കൻഡുകൾ ഏകാഗ്ര ഹൃദയത്തോടെ ഒരു പുതിയത് പ്രതീക്ഷിച്ചുകൊണ്ട്, രണ്ടാമത്തെ 20 സെക്കൻഡുകൾ സഹായത്തിന് വേണ്ടിയുള്ള സമയമാണ്. മൂന്നാമത്തെ 20 സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് അനുഭവത്തിലാണോ ആയിരിക്കുന്നത്, നിങ്ങൾ ഏത് ആവശ്യത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്, ഇപ്പോൾ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ വാഗ്ദത്തങ്ങളൊന്നാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നുള്ളൂ. നമ്മൾ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. നമ്മൾ ദൈവത്തോട് പറയുകയാണ് എൻ്റെ ആവശ്യങ്ങൾ. 55 സങ്കീർത്തനം 22 വാക്യം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. എന്നെ കേൾക്കുന്ന ഒരു പ്രഭാതത്തിൽ ഇങ്ങനെ അവസാനത്തെ 20 സെക്കൻഡുകൾ നിങ്ങളുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെക്കാൻ പറ്റിയാൽ ആ ഒരു മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയവനായ ദൈവം നിങ്ങളെ സ്പർശിച്ചു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ സമാധാനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റു എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെ അനുഭവിക്കുന്ന സമാധാനത്തിൽ നിങ്ങൾ പാടി സ്തുതിച്ച് മുമ്പോട്ട് പോകുമെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം കാണാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഈ ഒരു മിനിറ്റത്തെ പ്രാർത്ഥനകൾ നിങ്ങൾ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ആക്ടിവേറ്റ് ആക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവർത്തികൾ സംഭവിക്കും. അങ്ങനെ 12 മണിക്കൂറുകൾ ഉണർന്നിരിക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുകയാണ്, 12 മിനിറ്റുകൾ ഒരു ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഓരോ മണിക്കൂറുകൾ നിങ്ങൾ വാച്ച് ശ്രദ്ധിച്ചോ അല്ലെങ്കിൽ പോകുന്ന വഴിയിലോ 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റും. ആ 1 മിനിറ്റുകളിൽ ദിവസം 12 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും. എങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ വോയിസിനെ നിങ്ങൾ ആക്ടിവേറ്റ് ആക്കാൻ തയ്യാറാകുക. നിങ്ങൾ അറിയാം, മാർക്കറ്റിലേക്ക് പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫിഷ് മാർക്കറ്റിലാണ് ചെല്ലുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ഇരുന്ന് നിര
ഇടയായിട്ടിരുന്ന് നമ്മളെ വിളിക്കും, സാറേ മോനെ അറിയാം ഞങ്ങളുടെ അടുക്കലേക്ക് വാ, നല്ല മീനാണ് ഹല്ലേലൂയ. എന്നാൽ അതിനകത്ത് ഏതോ വ്യക്തിയുടെ ശബ്ദത്തിൽ നമ്മൾ ആകർഷിക്കപ്പെടും. ആ വ്യക്തിയുടെ അടുക്കൽ ചെന്ന് ഹല്ലേലൂയ അദ്ദേഹം പറയുന്ന നിലയിൽ ഹല്ലേലൂയ മീനും വാങ്ങി നമ്മൾ തിരിച്ചു പോകും. എന്തെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ ശബ്ദമാണ് നമ്മളെ പിടിച്ചു നിർത്തിയത്. ഇതേപോലെ നിങ്ങളുടെ ശബ്ദ തരങ്ങളിൽ ഒരു കോഡുണ്ട്. നിങ്ങളുടെ ശബ്ദത്തിനകത്ത്, നിങ്ങളുടെ വോയിസിനകത്ത് നിങ്ങളുടെ വഴി തുറക്കേണ്ട കോഡ് നിൽക്കുകയാണ്. ആ കോഡ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം സംഭവിക്കും. ദൈവം നമുക്ക് തന്ന പ്രാഗൽഭ്യത്തെ, ദൈവം നമുക്ക് തന്ന അധികാരത്തെ ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയണം പ്രിയരെ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായി വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ടുള്ള മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടണമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. ഈ വാക്യത്തിന്റെ ആഴത്തിൽ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്നവരെ നിങ്ങൾക്കൊരു ഭയങ്കര ആശയം പിടികിട്ടും. ഇതാ സകലത്തെയും ദൈവം സൃഷ്ടിച്ചു, പക്ഷേ അവയ്ക്കൊന്നും ദൈവം പേരിട്ടില്ല. പേരിടാൻ മനുഷ്യനാണ് അധികാരം കൊടുത്തത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ തലമുറയെ നോക്കി നിങ്ങൾ തകർന്നവരാണെന്നും നിങ്ങളുടെ ജീവിതത്തെ നോക്കി നാശമെന്നും ഇനി മുമ്പോട്ട് വഴിയില്ലെന്നൊന്നും പറയാതെ നിങ്ങൾ അസാധാരണമായ നിലയിൽ വിളിച്ചു പറയണം. നിങ്ങളുടെ വോയിസിന് ചിലതിനെ തുറക്കാൻ പറ്റും. കാരണം സകലത്തിനും പേരിടാൻ ദൈവം മനുഷ്യനാണ് അധികാരം കൊടുത്തത്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എത്ര തകർന്ന അനുഭവത്തിനകത്തും നിങ്ങൾ എഴുന്നേൽക്കുമെന്ന് പറയണം. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും. പഴയ നിയമത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ ഇതാ ഇസഹാക്ക് അപ്പന്റെ കിണറുകളെ കുഴിക്കുന്നത് കാണാം. അത് കുഴിച്ചപ്പോൾ ഫിലിസ്തീൻ വന്ന് വീണ്ടും മണ്ണിട്ട് മൂടി. അങ്ങനെ വീണ്ടും മടുക്കാതെ കുഴിക്കുകയാണ്. അവസാനം ഇതാ ഇസഹാക്ക് വേറെ സ്ഥലത്ത് പോയി കുഴിക്കുമ്പോൾ ആ സ്ഥലത്തിന് അവൻ രഹബോത്ത് എന്ന് പേരിട്ടു. എന്ന് പറഞ്ഞാൽ ശത്രുവിന് പിന്നെ വരാൻ പറ്റിയില്ല, ശത്രുവിന് അവരോട് അടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കാണാൻ പറ്റും. 1 ശമൂവേൽ 7-ാം അധ്യായം 12-ാമത്തെ വാക്യം നോക്കിയാൽ ശമൂവേൽ പ്രവാചകൻ ഒരു കല്ലെടുത്ത് നാട്ടിക്കൊണ്ട് മിസ്പയ്ക്കും ഷേനിനും മധ്യേ അതിന് പേര് മാറ്റി വിളിക്കുകയാണ്. എബനേസർ എന്ന പേര്. യഹോവ ഇത്രത്തോളം നമ്മെ സഹായിച്ചു. ആ പേര് വീഴുന്നതോടെ തന്നെ ശത്രു അവിടേക്ക് വരാതാകുന്നത് കാണുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിനകത്ത് നിങ്ങൾ ആധരം തുറന്നുകൊണ്ട് വിളിച്ചു പറയണം, എൻ്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദാവീദ് പറയുന്ന പോലെ എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും. ദൈവത്തെ കൂട്ടുപിടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ബാലൻ ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളിൽ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. വലിയ യുദ്ധവീരന്മാർക്ക്, വലിയ പടയാളികൾക്ക് ഇതാ ഗോലിയാത്തിനെ വീഴ്ത്താൻ കഴിയാവുന്ന ബാലനായ ദാവീദ് തൻ്റെ വാക്കുകൾ കൊണ്ടാണ് ദാവീദിന്റെ അടുക്കലേക്ക് ഓടി വരുന്നത്. ഇസ്രായേൽ, നീ നിന്ദിച്ച ദൈവത്തോട് ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അടുക്കലേക്ക് ഓടിയെത്തി ഒരു കല്ലുകൊണ്ട് അവനെ വീഴ്ത്തുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിനകത്ത് നിങ്ങളുടെ വഴിയുണ്ട്. നിങ്ങളുടെ ശബ്ദത്തിനകത്ത് നിങ്ങളുടെ ജോലിയുടെ തകർച്ചകൾ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് മുമ്പോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന മതിലുകളെ നിങ്ങൾ ഇടിച്ചു കളയാൻ പോകുകയാണ്. യേശുവിനെ നിങ്ങൾ നോക്കിയേ, ഹല്ലേലൂയ. 4 ദിവസം മാറ്റം വെച്ച ലാസറിനെ അവന്റെ വാക്കിൽ അവൻ തിരിച്ചു കൊണ്ടുവരികയാണ്. ഇതാ പത്രോസിന്റെ പടകിൽ കഴിഞ്ഞ രാത്രി ഒന്നും കിട്ടിയില്ലെങ്കിലും അവന്റെ വാക്കിനകത്ത് ആ പടകിനെ നിറയ്ക്കുന്നു. അടുത്ത പടകളെയും അവൻ നിറയ്ക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി യേശു കർത്താവ് കടലിനോടും കാറ്റിനോടും ഹല്ലേലൂയ തിരമാലയോട് സംസാരിച്ചതായി കാണുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വോയിസിനെ നിങ്ങൾ ആക്ടിവേറ്റ് ആക്കുക. ഇതാ ഒരു വലിയ വിടുതൽ നിങ്ങൾ കാണാൻ പോകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം നിങ്ങളുടെ അത്ഭുതത്തിന്റെ പ്രഭാതമാണ്. ഇങ്ങനെ വിശ്വസിക്കുകയും ഇപ്പോൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ ഒരു അദൃശ്യ സഹായം, ഇതാ ഉയരത്തിലെ സഹായം നിങ്ങളുടെ മേലിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഇന്ന് എന്നെ കാണുന്ന ഓരോ ദൈവമക്കൾക്കും ഒരു അത്ഭുത വഴി അങ്ങ് തുറക്കണമേ അപ്പ. ഇവരുടെ ജീവിതത്തിനകത്ത് പറയാൻ തക്കവണ്ണം ഈ പ്രഭാതം ഒരു അതിശയമായി തിരികെയാണ്. ഇവരെ വാതിലുകൾ അങ്ങ് തുറന്നു കഴിഞ്ഞു. ഇവരെ ജീവിതത്തിനകത്ത് എഴുന്നേൽപ്പുകൾ അങ്ങ് വെച്ചു കഴിഞ്ഞു. കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളും സൗഖ്യമാകട്ടെ. ഇന്നത്തെ ഈ പ്രഭാതം ഇവരെ അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരെ ജോലിയുടെ തടസ്സം മാറട്ടെ. ഇവരുടെ ജീവിതത്തിൽ മുന്നേറ്റം സംഭവിക്കട്ടെ. വിദ്യാഭ്യാസത്തിൻ്റെ വഴികൾ തുറക്കട്ടെ. അത്ഭുതകരമായ സന്തോഷ വാർത്തകൾ ഇവരെ മേലിൽ തുറക്കട്ടെ. യേശു അത് ചെയ്തതിനായി നന്ദി. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ ലിങ്കുകൾ മറ്റൊരാൾക്കും കൂടെ വാട്സാപ്പിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. അവർക്കും കൂടെ ഇത് വിടുതലായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ഒരു വലിയ വർധനവിനായി ആഗ്രഹിക്കാം. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ഇത് ദൈവിക സമയമാണ്. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നിങ്ങൾ ഈ സമയത്ത് ഉണരുക. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. അതേപോലെ ഒരു അറിയിപ്പ്, എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളും കടന്നു വരിക. നിങ്ങൾ എവിടെ നിന്നാണെങ്കിലും സൂം ഐഡികൾക്ക് വേണ്ടി വിളിക്കുക, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുക. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കും. ഗോഡ് ബ്ലസ് യു. ആമേൻ.